ഹായ് ഹലോ നമസ്കാരം. ഞാൻ ബിന്ദു ബാബുരാജൻ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കേട്ടോ. കവാടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉത്സവമായതുകൊണ്ട് താൽക്കാലികമായി കിട്ടിയിരിക്കുന്ന റോഡിൽ കാണുന്ന ഉത്സവത്തിൻ്റെ കവാടമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ കാണുന്നത് അതിൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ക്ഷേത്ര കവാടമാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഹൈവേയിൽ നിന്ന് കയറുന്ന വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര വലിയ ഒരു ക്ഷേത്രവും കോമ്പൗണ്ടും ഒക്കെയാണ്. ശങ്കരനാരായണൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഭഗവാനും മഹാദേവനും മഹാവിഷ്ണുവും രണ്ടും കൂടെ ചേർന്നതാണ് കേട്ടോ. അപ്പോൾ അതീവ പ്രാധാന്യത്തോടുകൂടി ഉത്സവമൊക്കെ 10 ദിവസത്തെ ഉത്സവം ഒക്കെ കൊടിയേറി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് കേട്ടോ, ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഉത്സവം ത്തിന് കൊടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഒന്ന് തൊഴാനായിട്ട് പോയതാണ്. അപ്പോൾ പോയി നന്നായിട്ട് തൊഴുതു. ഭഗവാനെയൊക്കെ അകത്ത് ഉള്ളിൽ വീഡിയോ അലോഡല്ലല്ലോ, അവിടെ കയറി കണ്ടു, തൊഴുതു. ഇത് നമ്മൾ തൊഴുതിറങ്ങുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ കൂടെയാണ് തൊഴുതിറങ്ങുന്നത്. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പമാണ്. ഭയങ്കര ആഘോഷത്തിമിർപ്പാണ് കേട്ടോ ഇവിടെ. കരക്കാരെല്ലാം ചേർന്നിട്ടുള്ള ഉത്സവം. എനിക്ക് അധികം നിന്ന് വീഡിയോ പിടിക്കാനുള്ള മാനസികാവസ്ഥയല്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്നൊന്നും ഓടിപ്പോയി തൊഴുതു വന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആ അമ്പലം ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് ചെയ്തത്. അവിടെ സ്ഥിരമായിട്ടൊരു ആനയുണ്ട് കേട്ടോ, പക്ഷേ ഇത് ഉത്സവമായതുകൊണ്ട് വന്ന് നിർത്തിയിരിക്കുന്ന ആനയാണ്. ഇത് ഭഗവതി അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് ഇറങ്ങുന്നത്. താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഭഗവതി അമ്പലമാണ്. ആ ഭഗവതി അമ്പലത്തിലേക്ക് പോണ വഴിയാണ്. അവിടെ ഇതിലേക്ക് കയറിയാണ് അവിടെ തൊഴുതിട്ട് നമുക്ക് പിന്നെ അങ്ങ് റോഡിലോട്ട് ഇറങ്ങാം. ഇട റോഡിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഹൈവേയിലേക്ക് പോകാനും ഒക്കെ വഴിയുണ്ട്. ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും വന്ന് കയറാനായിട്ട് നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ. നമുക്ക് അവിടെ ഒരു ക്ഷേത്രവും ആൽമരവും ഒക്കെ കൂടി ഒരു നൊസ്റ്റാൾജിയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ സാമാന്യം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇത് ക്ഷേത്രത്തിൻ്റെ വേറൊരു ഭാഗത്തുകൂടി വന്ന് കയറുമ്പോൾ കാണുന്ന ക്ഷേത്ര കവാടമാണ് കേട്ടോ. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ബാക്ക്